ഗ്രേഡിയൻ്റ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററിലെ അവസാനത്തെ ക്ലാസ്സാണ്. നമ്മളിന്ന് നമ്മുടെ ചോദ്യങ്ങളിലെ ലാസ്റ്റ് ഭാഗം ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതിനു മുമ്പുള്ള പാർട്ടുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഈ ചാപ്റ്ററിൻ്റെ PDF നോട്ട് കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ട് ഫയൽസിൻ്റെ സെക്ഷനിൽ ചാപ്റ്ററിൻ്റെ പേര് സെർച്ച് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് നോട്ട് കിട്ടും. ഇനി അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക? വാട്സാപ്പ് നമ്പർ ഉണ്ടല്ലോ, അപ്പോൾ ആ വാട്സാപ്പ് നമ്പർ വഴി എൻ്റെ അടുത്ത് ചോദിച്ചാലും മതി. ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്കത് അയച്ചു തരാം. ഓക്കെ. ഇപ്പോൾ കുറേ പേര് നോട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ഓക്കെ. അപ്പോൾ സബ്സ്ക്രൈബ് കൂടെ ചെയ്താൽ ഒരു സപ്പോർട്ടാവും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻ്റായിട്ട് ഇടുക. അല്ല എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സാപ്പ് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ചോദിക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് 10 ചോദ്യങ്ങൾ വരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് 11ാമത്തെ ചോദ്യം മുതലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ 11ാമത്തെ ചോദ്യത്തിൽ എന്താ പറയുന്നത്? ഇൻ ദ ഫിഗർ ഗിവൺ ബിലോ എ ചൈൽഡ് ട്രാവൽസ് ഫ്രം P to S ത്രൂ Q ആൻഡ് R. ഓക്കെ. അപ്പോൾ പിയിൽ നിന്ന് ഒരു കുട്ടി എസ്സിലേക്ക് ട്രാവൽ ചെയ്തു. ഏത് വഴി? ത്രൂ Q ആൻഡ് R. Q മുതൽ R വരെ അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് കുട്ടി എന്ത് സഞ്ചരിച്ചിരിക്കുന്നത്? P to Q, Q to R, R to S സഞ്ചരിച്ചു. ആൻഡ് കംസ് ബാക്ക് സ്ട്രൈറ്റ് ടു P. അവിടെ നിന്ന് സ്ട്രൈറ്റ് ആയിട്ട് എന്ത് ചെയ്തു? പിയിലോട്ട് തിരിച്ചെത്തി. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഈ പറഞ്ഞേക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ. സ്റ്റാർട്ടിങ് ഫ്രം പി എന്ന പോയിന്റിൽ താഴത്തെ ടേബിളാണ്. ഇവിടെ ഒരു കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക. ഒന്നാമത്തെ കോളത്തിൽ സ്റ്റാർട്ടിങ് ഫ്രം പി എന്നാണ് കൊടുത്തേക്കുന്നത്. രണ്ടാമത്തെ കോളത്തിനകത്ത് സ്പീഡ് എന്നാണ് കൊടുത്തേക്കുന്നത്. മൂന്നാമത്തെ കോളത്തിനകത്ത് ചോദിച്ചേക്കുന്നത് വെലോസിറ്റിയാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ സ്റ്റാർട്ടിങ് ഫ്രം പിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഈ പറയുന്ന ആൾ ക്യൂവിലെത്തിയപ്പോൾ ഉണ്ടായിരുന്ന സ്പീഡ് വെലോസിറ്റി എത്ര? ആറിലെത്തിയപ്പോൾ, ഇവിടെ നിന്ന് പിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആറിലെത്തിയപ്പോൾ ഉണ്ടായ സ്പീഡും വെലോസിറ്റിയും എസ്സിലെത്തിയപ്പോഴുള്ള സ്പീഡും വെലോസിറ്റിയും അടുത്ത് തിരിച്ച് പിയിലെത്തിയപ്പോൾ ഉള്ള സ്പീഡും വെലോസിറ്റിയാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഓൺ റീച്ചിങ് ക്യൂ. ഓക്കെ. അപ്പോൾ പിയിൽ നിന്നും എങ്ങോട്ടെത്തി? ക്യൂവിലോട്ടെത്തി. പിയിൽ നിന്ന് എങ്ങോട്ടെത്തി? ക്യൂവിലോട്ടെത്തി. അപ്പോൾ അവിടുത്തെ സ്പീഡ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? നമുക്കറിയാം, സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്പീഡ് ഇസ് ഈക്വൽ ടു എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് അല്ലേ. എന്താണ്? ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തത് ഡിവൈഡഡ് ബൈ ടൈം ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ എന്ത് കിട്ടും? സ്പീഡ് കിട്ടും. നേരെ മറിച്ച് വെലോസിറ്റി ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അവിടുത്തെ ഫോർമുല വരുന്ന മാറ്റം എന്താണ്? ഡിസ്റ്റൻസിന് വരെ നമ്മളിവിടെ എടുക്കുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ. എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ് എന്ത്? വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് കേസിൽ സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? ഡിസ്റ്റൻസ് ബൈ ടൈം. ഇവിടെ ഡിസ്റ്റൻസ് 60, ടൈം 10. അപ്പോൾ 60/10 അല്ലേ. എത്രയാണ്? 60/10. അപ്പോൾ സ്പീഡ് എത്രയായിരിക്കും? 6 ആയിരിക്കും. 6 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും സ്പീഡ് എന്ന് പറയുന്നത്. പിയിൽ നിന്ന് ക്യൂവിലോട്ട് പോയപ്പോൾ ഉള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? അതും ഡിസ്പ്ലേസ്മെൻറ്റ് സ്ട്രൈറ്റ് ലൈൻ ദൂരമാണ്. ഇവിടുത്തെ ദൂരവും സ്ട്രൈറ്റ് ലൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അതും 60 എന്ന് എടുക്കാം. അപ്പോൾ 60/10 എടുത്തേക്കുന്ന സമയം 10 തന്നെയാണ്. സോ എത്രയാണ്? 6 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത്. അടുത്ത് ഓൺ റീച്ചിങ് R. ഓക്കെ. പിയിൽ നിന്ന് 6 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റാർട്ടിങ് ഫ്രം പി ഓൺ റീച്ചിങ് R എന്നല്ല. അപ്പോൾ എന്താണ്? പിയിൽ നിന്നും ആറിലോട്ട് എത്തിയപ്പോൾ ഉള്ള ദൂരം എത്ര? അത് 60 + 90 അല്ല. ഇത്രയും ദൂരമല്ലേ സഞ്ചരിച്ചത്. അപ്പോൾ 60 + 90. ഓക്കെ. അപ്പോൾ നമുക്ക് ദൂരം ഓൺ റീച്ചിങ് R എത്രയാണ്? 60 + 90 ഡിവൈഡഡ് ബൈ ടൈം മൊത്തം എത്ര എടുത്തു? ആദ്യത്തെ 60 പോകാൻ 10 സെക്കൻഡും അടുത്തത് പോകാൻ 15 സെക്കൻഡും എടുത്തു. അപ്പോൾ ടോട്ടൽ ടൈം എത്രയായിരിക്കും? 10 + 15 അല്ലേ. ഇപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 6 എന്ന് തന്നെ കിട്ടും അല്ലേ. അപ്പോൾ 6 മീറ്റർ പെർ സെക്കൻഡാണ് ഇവിടെ അടുത്ത സ്പീഡ് എന്ന് പറയുന്നത്. പക്ഷേ വെലോസിറ്റിക്ക് എന്താ സംഭവിച്ചിരിക്കുന്നത്? നോക്കി, വെലോസിറ്റി 60 + 90 ആണോ? അല്ല. നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണല്ലോ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? എവിടെ നിന്ന്? ഒബ്ജക്റ്റ് എവിടെ എടുത്തതാണ്? പി എന്ന പോയിന്റിൽ നിന്നും സഞ്ചരിച്ചു ക്യൂവിലെത്തി, അവിടെ നിന്ന് ആറിലെത്തിയെങ്കിൽ ഇപ്പോഴത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? അത് ഈ പറയുന്ന പിനെയും ക്യൂവിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്ട്രൈറ്റ് ലൈൻ ദൂരമാണെന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിവിടെ ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. എത്രയാണ്? 125 ആണ്. സോ വെലോസിറ്റി എന്ന് വെച്ചാൽ അത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആയതുകൊണ്ട് തന്നെ 125/. ഇനി ടൈം എത്രയാണ്? അത് 10 + 15 തന്നെയാണ്. മാറ്റമൊന്നുമില്ല അല്ലേ. കാരണം സമയം നമുക്ക് എങ്ങനെയാണ്? സമയം ഒബ്ജക്റ്റ് എടുത്ത സമയം തന്നെയാണ് ഇവിടെ നമ്മൾ എന്ത് എടുക്കേണ്ടത്. അപ്പോൾ എത്രയാണ്? 125/10 + 15. 125/25 എത്ര കിട്ടും? 5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അടുത്ത ഓൺ റീച്ചിങ് എസ്, അതായത് പിയിൽ നിന്ന് ക്യൂവിൽ നിന്ന് ആറിൽ നിന്ന് എവിടെ എത്തി? എസ്സിലെത്തി. അപ്പോൾ മൊത്തം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിട്ട് മാറിയിട്ടുണ്ടാകും?
അത് 60 പ്ലസ് പിന്നെ ഉണ്ടായിരുന്ന 90 പ്ലസ് പിന്നെ ഉണ്ടായിരുന്ന 54 ഇത്രയും ദൂരമാണ് എന്ത് ചെയ്തത് സഞ്ചരിച്ചത് ബൈ സമയം എത്രയായിരിക്കും ആദ്യം എടുത്ത 10 സെക്കൻഡ് പ്ലസ് പിന്നീട് എടുത്ത 15 സെക്കൻഡ് പ്ലസ് പിന്നീട് എടുത്ത 9 സെക്കൻഡ് എല്ലാം കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും അവിടെയും നമുക്ക് 6 എന്ന് തന്നെ കിട്ടും ഓക്കെ അവിടെ നമുക്ക് എത്ര തന്നെ കിട്ടും 6 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും പക്ഷേ എന്തായിരിക്കും അത് വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ് അല്ലേ അതായത് ഈ ആറിൽ നിന്ന് ഒബ്ജക്റ്റ് എവിടെ എത്തി എസ്സിലെത്തി അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ് ഇവർ തമ്മിലുള്ള ഈ സ്ട്രെയിറ്റ് ലൈൻ ദൂരമാണ് അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട് എത്രയാണ് 136 അപ്പോൾ എത്രയാണ് 136 ബൈ സമയത്തിന് മാറ്റമൊന്നുമില്ല 10 പ്ലസ് 15 പ്ലസ് 9 തന്നെയാണ് ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം എത്ര കിട്ടും ഡിവൈഡ് ചെയ്ത് നോക്കി എത്ര കിട്ടും ഉത്തരം 4 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും അടുത്ത് വൈൽ റിട്ടേണിങ് ടു പിയിലോട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഓക്കെ പിയിലോട്ട് തിരിച്ചു വരുന്ന സമയത്ത് എന്താ പറ്റുന്നത് ആദ്യം ഇതുവരെ നമുക്ക് കിട്ടിയതെല്ലാം പ്ലസ് എത്രയാണ് എസ്സിൽ നിന്ന് തിരിച്ചെങ്ങോട്ട് എത്തിയെന്നാണ് പറഞ്ഞത് പിയിലേക്ക് എത്തിയെന്നാണ് പറയുന്നത് അപ്പോൾ 136 കൂടെ കൂടും അല്ലേ ഞാനിപ്പോൾ ഇങ്ങോട്ടൊന്ന് മാറ്റി എഴുതാണ് അവസാനത്തെ കേസ് വൈ റിട്ടേണിങ് ടു പി സ്പീഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും അത് ആദ്യം പോയ 60 പ്ലസ് പിന്നെ പോയ 90 പ്ലസ് പിന്നെ പോയ 54 പ്ലസ് അവസാനം പോയ 136 ഡിവൈഡഡ് ബൈ എടുത്ത മൊത്തം സമയം എത്രയാണ് 10 സെക്കൻഡ് പ്ലസ് 15 സെക്കൻഡ് പ്ലസ് 9 സെക്കൻഡ് പ്ലസ് അവസാനം എടുത്ത 16 കൂടെ ചെയ്യുമ്പോൾ നമുക്ക് 6.8 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും അപ്പോൾ എത്ര കിട്ടും 6.8 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും സോ വാട്ട് ഈസ് ദ വെലോസിറ്റി പിയിലെത്തിയപ്പോൾ വെലോസിറ്റി എത്രയാണ് കണ്ണും പൂട്ടി പറയാം വെലോസിറ്റി എത്രയാണ് 0 കാരണം ഒബ്ജക്റ്റ് തിരിച്ചത് എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ എത്തി അല്ലേ സ്റ്റാർട്ടിങ് ഫ്രം പി എന്നിവിടെ ടേബിൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ പിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിയിൽ തന്നെ എത്തുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് 0 എങ്കിൽ അവിടുത്തെ വെലോസിറ്റി എത്രയാണ് അത് 0 തന്നെയാണ് ഓക്കെ അല്ലേ അപ്പോൾ അതാണ് 11ാമത്തെ ചോദ്യം 12ാമത്തെ ചോദ്യത്തിലോട്ട് പോവാം എ സ്റ്റോൺ ഈസ് ത്രോൺ വെർട്ടിക്കലി മുകളിലോട്ട് ഒരു കല്ലെറിഞ്ഞു അത് എറിഞ്ഞ് വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് അവിടെ ഉണ്ടാകുന്ന ആക്സിലറേഷൻ -10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എന്തുകൊണ്ടാണ് ഒബ്ജക്റ്റ് പോകുന്നത് മുകളിലോട്ടാണ് അല്ലേ ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അതാണല്ലോ ഈ ജി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ആക്സിലറേഷൻ എന്ന് പറയുന്നത് അത് ഭൂമി എങ്ങോട്ടാണ് കൊടുക്കുന്നത് താഴോട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതിൻ്റെ എതിർ ദിശയിൽ കൊടുക്കുന്ന ആക്സിലറേഷൻ ആയതുകൊണ്ട് ഇതെന്താണ് ഇത് റിട്ടാർഡേഷൻ അല്ലെങ്കിൽ ഡീസിലറേഷനാണ് സംഭവിക്കുന്നത് ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ ഓരോ സെക്കൻഡ് സ്ക്വയർ സമയത്തിലും 10 മീറ്റർ വെച്ച് ഇതിൻ്റെ സ്പീഡിനെ കുറയ്ക്കുകയാണ് അങ്ങനെയാകുമ്പോൾ എന്ത് പറ്റും നമ്മൾ ഒബ്ജക്റ്റിനെ എടുത്ത് എറിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന വെലോസിറ്റി എത്രയാണ് 20 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞ് ഒബ്ജക്റ്റ് ഒരു ദൂരം എത്തിക്കഴിയുമ്പോൾ ഇതിൻ്റെ വെലോസിറ്റി എത്രയായിട്ട് മാറും അത് 0 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് മാറും ആലോചിച്ച് നോക്കിയേ ഒരു കല്ലെടുത്ത് മുകളിലോട്ട് എറിഞ്ഞു ഈ കല്ല് മുകളിൽ പോയി ഒരു പോയിന്റ് എത്തുമ്പോൾ നിന്നിട്ട് എന്ത് ചെയ്യും താഴോട്ട് വന്ന് വീഴുകയായിരിക്കും ചെയ്യുന്നത് അതാണല്ലോ അതിൻ്റെ രീതി അപ്പോൾ ഇവിടെ നമ്മൾ എറിഞ്ഞേക്കുന്നത് പറയുന്നുണ്ട് എങ്ങനെയാണ് വെർട്ടിക്കലി അപ്വേർഡാണ് എന്ന് വെച്ചാൽ അത് ഇങ്ങനെയല്ല എറിഞ്ഞേക്കുന്നത് നേരെ സ്ട്രൈറ്റ് ആയിട്ട് മുകളിലോട്ടാണ് എന്ത് ചെയ്തേക്കുന്നത് ഒബ്ജക്റ്റ് നമ്മൾ എറിഞ്ഞേക്കുന്നത് അല്ലേ വെർട്ടിക്കലി അപ്പ് എന്ന് പറയുമ്പോൾ നേരെ മുകളിലോട്ട് എറിഞ്ഞേക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യും നേരെ മുകളിലെത്തിയിട്ട് ഒരു പോയിന്റ് എത്തുമ്പോൾ കല്ല് ജസ്റ്റ് ഒന്ന് നിന്നിട്ട് ഒരു മൈക്രോ സെക്കൻഡ് ആണെങ്കിൽ എന്ത് ചെയ്യും ഒന്ന് നിന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് താഴോട്ട് വീഴുന്നത് അപ്പോൾ എറിഞ്ഞ വെലോസിറ്റി 20 ഏറ്റവും മുകളിലത്തെ പോയിന്റ് എത്തിയപ്പോഴുള്ള വെലോസിറ്റി 0 അത് നമ്മളത് മനസ്സിലാക്കി വയ്ക്കണം ഇനി ചോദ്യത്തിലോട്ട് വരാം വാട്ട് ഈസ് ദ മാക്സിമം ഹൈറ്റ് ദാറ്റ് ദ സ്റ്റോൺ ഹാസ് റീച്ച്ഡ് സ്റ്റോൺ എത്തിയ മാക്സിമം ഉയരം എത്രയെന്നാണ് ചോദിച്ചേക്കുന്നത് അപ്പോൾ അത് പ്രോബ്ലമാണ് നമ്മൾ ചെയ്തതിനെ കണ്ടുപിടിക്കണം എന്തൊക്കെ തന്നിട്ടുണ്ട് ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട് എത്രയാണത് അത് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഫൈനൽ വെലോസിറ്റി നമുക്ക് ഊഹിക്കാം എത്രയാണത് 0 മീറ്റർ പെർ സെക്കൻഡ് ആണ് അപ്പോൾ ഇത് ഓർത്ത് വെച്ചോളൂ ഒരു കല്ലെടുത്ത് എറിയുമ്പോഴോ ഏതൊരു സ്റ്റോൺ മുകളിലോട്ട് എറിയുമ്പോഴോ അതിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ വെലോസിറ്റി 0 ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് കല്ല് താഴോട്ട് തിരിച്ചു വരുന്നത് ഇവിടെ ഉണ്ടാകുന്ന ആക്സിലറേഷൻ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറയുന്നുണ്ട് -10 എന്താണ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെങ്കിൽ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണെന്നാണ് ചോദ്യം തന്നിട്ടുള്ളത് വെച്ച് ഫോർമുല എഴുതാൻ നിങ്ങൾക്കറിയാം എന്താണ് ഫോർമുല v² = u² പ്ലസ് 2as ആണ് v² 0 ആണ് = 20ൻ്റെ സ്ക്വയർ പ്ലസ് 2 -10 ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ടേംസിന് ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ എന്ത് പറ്റും 0 = 20ൻ്റെ സ്ക്വയർ എത്രയാണ് 400 ആണ് ഇവിടുത്തെ പ്ലസ് നമുക്ക് മൈനസ് ആക്കാം -2 × 10 വേണമെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് തന്നെ എത്രയായിട്ട് എടുക്കാം 20s എന്ന് എടുക്കാം 20s അപ്പോൾ ഇത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എസ് ആണ് കൂടെയുള്ള ബാക്കിയുള്ളവരൊക്കെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോവുക +400 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും -400 = -20s അതിൽ നിന്ന് എസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഈ മൾട്ടിപ്ലൈഡ് ബൈ 20 ഈക്വൽ ടു ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും
ഡിവൈഡഡ് ബൈ 20 ആവൂലേടെ. അപ്പോൾ എന്ത് പറ്റും? -400 ബൈ, ഞാൻ -20 തന്നെ അപ്പുറത്ത് കൊണ്ടുപോയി, അപ്പോൾ -20 ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് 0 വെട്ടിപ്പോയി, -40 ബൈ -2. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എത്ര കിട്ടും? 20 മീറ്റർ എന്ന് കിട്ടും. എത്ര കിട്ടും? 20 മീറ്ററാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കല്ലെത്തിയിട്ടുള്ള മാക്സിമം ദൂരം എന്ന് പറയുന്നത് എത്രയാണ്? അത് 20 മീറ്റർ ആണെന്ന് മനസ്സിലാക്കുക. എത്രയാണത്? 20 മീറ്റർ ആണ്. തീരുന്നില്ല ചോദ്യം, അതിനൊരു ബി പാർട്ട് കൂടെ ഉണ്ട്. ഹൗ ഫാർ വിൽ ദി സ്റ്റോൺ ട്രാവൽ ഇൻ 3 seconds ആഫ്റ്റർ ഇറ്റ് ഈസ് ത്രോൺ? ഓക്കെ, ഹൗ ഫാർ വിൽ ദ സ്റ്റോൺ ട്രാവൽ ഇൻ 3 seconds ആഫ്റ്റർ ഇറ്റ് ഈസ് ത്രോൺ. അതായത് കല്ലെറിഞ്ഞിട്ട് മാക്സിമം ഹൈറ്റ് എത്ര പോകുന്നത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച്. ചോദ്യത്തിൽ ചോദിച്ചേക്കുന്നത് അതല്ല, നമ്മൾ ഈ കല്ലെറിഞ്ഞ് 3 സെക്കൻഡ് കഴിയുമ്പോൾ, അതായത് 20 മീറ്റർ/സെക്കൻഡ് ഇനീഷ്യൽ വെലോസിറ്റി ഞാൻ ഈ കല്ലെടുത്ത് എറിയുമ്പോൾ -10 മീറ്റർ/സെക്കൻഡ് ആക്സിലറേഷൻ അല്ലെങ്കിൽ നെഗറ്റീവ് ആക്സിലറേഷൻ അവിടെ ഉള്ളപ്പോൾ 3 സെക്കൻഡ് സമയം കൊണ്ട് ഈ കല്ല് എത്ര ദൂരം പോയിട്ടുണ്ടാകും എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് വരികയാണ്? ടൈമും കൂടെ വരികയാണ്. എന്തുകൂടെ വരികയാണ്? ടൈമും കൂടെ വരികയാണ്. അപ്പോൾ നമുക്കറിയാം ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? യു, മാറ്റമൊന്നുമില്ല, എത്ര തന്നെയാണ്? അത് 20 മീറ്റർ/സെക്കൻഡ് ആണ്. ഫൈനൽ വെലോസിറ്റി നമുക്കറിയാം, അത് എത്രയാണ്? 0 മീറ്റർ/സെക്കൻഡ് ആണ്. അവിടെ നമുക്ക് എന്തിൻ്റെ ആവശ്യമില്ല, വീട് ആവശ്യമില്ല, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 3 സെക്കൻഡാണ്. കണ്ടുപിടിക്കാനുള്ളത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് ഫോർമുല എപ്പോൾ നിങ്ങൾ ചോദിക്കും തൊട്ട് മുമ്പ് അടിച്ച ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ എന്ന്. അത് മാക്സിമം എത്ര എത്തിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇത് 3 സെക്കൻഡ് കൊണ്ട് എത്ര എത്തിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അതായത് ഞാൻ ഈ കല്ലെടുത്ത് ഇവിടെ നിന്ന് എറിഞ്ഞല്ലോ, 3 സെക്കൻഡ് സമയം കഴിഞ്ഞപ്പോൾ കല്ല് എവിടെയോ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ദൂരം എത്രയെന്നാണ് ഇപ്പോൾ ചോദിച്ചേക്കുന്നത്. ഈ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കുന്നത്. എന്താണ് ഈ ഫോർമുല? S=ut + ½ AT² ഉപയോഗിക്കാം. യു എത്ര? 20 × T എത്ര? 3 പ്ലസ് ½ × A എത്ര? -10 × T എത്ര? 3ൻ്റെ സ്ക്വയർ. സോ 20 × 3 എത്രയാണ്? 60 മൈനസ്, ഇവിടെ അങ്ങനെ മൈനസ് വന്നു, ഈ മൈനസ് ഈ പ്ലസും കൂടെ മൈനസായി, -1/2 × 10 × 3ൻ്റെ സ്ക്വയർ എത്ര? 9. ദാറ്റ് ഈസ് ഈക്വൽ ടു 60 മൈനസ് 10 × 9 90. 90ൻ്റെ പാതി 45. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഈക്വൽ ടു എത്ര? 60 - 45 15 മീറ്ററാണ് എന്താ ഡിസ്പ്ലേസ്മെൻറ്റ്. അതായത് 3 സെക്കൻഡ് ദൂരം കൊണ്ട് ഈ ഒബ്ജക്റ്റ് എവിടെ എത്തിയിട്ടുണ്ട്? 15 മീറ്റർ ഉയരത്തിൽ എത്തിയിട്ടുണ്ടെന്നാണ് ഇവിടെ ചോദ്യത്തിൽ എന്ത് ചെയ്തിരിക്കുന്നത് നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 13ാമത്തെ ചോദ്യം. അപ്പോൾ എന്താണ് 13ാമത്തെ ചോദ്യം പറയുന്നത്? An object is moving with a speed of 40 meter/second. If it is given a deceleration of 8 meter/second², how long will it take to come to rest? What is the displacement of the object in this time? കൊള്ളാം, ഇപ്പോൾ ചെയ്തതിന് സെയിം ടൈപ്പ് ചോദ്യമാണ് അല്ലേ, ഒരു മാറ്റമൊന്നുമില്ല. അപ്പോൾ ചോദ്യത്തിലോട്ട് നമുക്ക് പറയാം. എന്താ പറയുന്നത്? ഒരു ഒബ്ജക്റ്റ് 40 മീറ്റർ/സെക്കൻഡ് സ്പീഡിൽ പോവുകയാണ്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 40. അവിടെ ഉണ്ടാകുന്ന ഡീസിലറേഷൻ എന്ന് പറയുന്നത് 8. അതായത് നമുക്ക് A = -8 മീറ്റർ/സെക്കൻഡ്² എന്ന് എടുക്കാം. ബാക്കി കണ്ടുപിടിക്കാനുള്ള സമയവും കണ്ടുപിടിക്കണം, ഡിസ്പ്ലേസ്മെൻറ്റും കണ്ടുപിടിക്കണം. ചെയ്യാമല്ലോ. സോ തന്നിട്ടുള്ള ഡേറ്റുകളൊക്കെ എഴുതിക്കോ. എന്തൊക്കെ തന്നിട്ടുണ്ട്? ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്. എത്രയാണത്? 40 മീറ്റർ/സെക്കൻഡ് ആണ് ഇനീഷ്യൽ വെലോസിറ്റി. ആക്സിലറേഷൻ തന്നിട്ടുണ്ട്. എത്രയാണ്? -8 മീറ്റർ/സെക്കൻഡ്². ഓക്കെ, ഒബ്ജക്റ്റ് എന്ത് ചെയ്തെന്നാണ് പറഞ്ഞേക്കുന്നത്? മൂവിങ് ഒബ്ജക്റ്റ് നമ്മൾ സ്പീഡ് കൊടുത്തു, ഡീസലറേഷൻ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എത്ര സമയം കൊണ്ട് അത് റെസ്റ്റിലെത്തും എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ റെസ്റ്റിലെത്തുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി എത്രയായിരിക്കും? അത് 0 ആയിരിക്കും. റെസ്റ്റിലെത്തി ഒബ്ജക്റ്റ്. ഇപ്പോൾ ഇതാണ് ഒബ്ജക്റ്റ്, കാറെന്ന് വിചാരിക്കുക. ഇതെന്ത് ചെയ്തു? 40 മീറ്റർ/സെക്കൻഡ് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ബ്രേക്ക് പിടിച്ച് -8 മീറ്റർ/സെക്കൻഡ്² ഡീസലറേഷൻ കൊടുത്താൽ കുറച്ച് സമയം കഴിയുമ്പോൾ വണ്ടി എന്ത് ചെയ്യും? റെസ്റ്റിലെത്തിയിട്ടുണ്ടാകും. അപ്പോൾ ഈ റെസ്റ്റിലെത്താൻ എത്ര സമയം എടുത്തു എന്നല്ലേ ചോദിച്ചേക്കുന്നത്. അപ്പോൾ കണ്ടുപിടിക്കാനുള്ളത് എന്തുവാണ്? ടൈമാണ്. ഏത് ഇക്വേഷൻ കൊടുക്കാം? v² = u² + 2as കൊടുക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് സമയമാണല്ലേ. അപ്പോൾ സമയം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് സമയമായിട്ട് വരുന്ന ഇക്വേഷൻ ഏതുണ്ട്? ഒന്നാമത്തെ സിമ്പിൾ ഇക്വേഷൻ കൊടുക്കാം. v = u + at. v0 u എത്ര? 40
പ്ലസ് -8 ഇൻറ്റു ടി. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യാം. 40 - 8 ടി. 40 ഞാൻ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്താവും? അത് -40 = -8 ടി. ഈ 8 മൾട്ടിപ്ലിക്കേഷനാണ്, ഈക്വൽ ടു അപ്പുറത്ത് ഡിവിഷൻ ആവും. അപ്പോൾ എന്ത് വരും? -40/-8 ആണ് എന്തെന്ന് പറയുന്നത്? ടി എന്ന് പറയുന്നത്. ഓർ നമുക്ക് എഴുതാം ടി = മോളും താഴെ വെട്ടിപ്പോയാൽ എത്ര കിട്ടും? 40/8 എന്ന് കിട്ടും. സോ ടി എത്രയാണ്? 5 ആണ്. 5 സെക്കൻഡ് കൊണ്ടാണ് ഒബ്ജക്റ്റ് എന്തിലെത്തുന്നത്? റെസ്റ്റിലെത്തുന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യത്തിൽ ചോദിച്ചേക്കുന്നത് എന്താണ്? അതിന് ബി പാർട്ട് കൂടെ ഉണ്ടല്ലോ അല്ലേ? ബി പാർട്ട് എന്താ ചോദിച്ചേക്കുന്നത്? വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് അല്ലേ? ഈ സമയത്തുണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? എസ് കണ്ടുപിടിക്കേണ്ടത്. ബാക്കിയെല്ലാം സെയിം അല്ലേ? ഇത്രയും സാധനം സെയിം അല്ലേ? വീണ്ടും എടുത്ത് എഴുതുന്നുണ്ടല്ലോ. അപ്പോൾ എസ് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? S = UT + ½ AT² കൊടുക്കണോ? ടൈം നമ്മളിപ്പോൾ കണ്ടുപിടിച്ചതല്ലേ? ഈ ഉത്തരം ശരിയാണോന്നൊന്നും അറിഞ്ഞൂടല്ലോ. അറിയാവോ? അറിഞ്ഞൂടാ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മൂന്നാമത്തെ ഇക്വേഷൻ കൊടുക്കാം. ഏത് കൊടുക്കാം? V² = U² + 2as. കാരണം ടൈം നമ്മളല്ലേ കണ്ടുപിടിച്ചേ. ഇത് ശരിയാണെന്നുള്ള ഉറപ്പുണ്ടല്ലേ? അപ്പോൾ 0 = 40² പ്ലസ് 2 × -10s. സോ 40² എത്രയുടെ? 4 സ്ക്വയർ 16. 1 പൂജ്യത്തിൻ്റെ സ്ക്വയർ 2 പൂജ്യം. 16,000 പ്ലസ് 2 × 10 എത്ര? -20 സെക്കൻഡ്. ഓർ 1600 -20s. അതിൽ നിന്ന് കണ്ടുപിടിക്കാനുള്ള എസ് നേരത്തെ പോലെ ഇവൻ ഇപ്പുറത്ത് കൊണ്ടുപോകും. അപ്പോൾ എന്താവും? -1600 = -20s. -20 മൾട്ടിപ്ലിക്കേഷൻ ഈക്വൽ ടു അപ്പുറത്ത് പോകുമ്പോൾ ഡിവിഷൻ. അപ്പോൾ -1600 ഡിവൈഡഡ് ബൈ -20 ആണെന്തെന്ന് പറയുന്നത് യെസ്. ഓർ നമുക്ക് എഴുതാം S = 1600 ഡിവൈഡഡ് ബൈ 2. സോ ഡിസ്പ്ലേസ്മെൻറ്റ് = എത്രയാണ്? ഒരു സെക്കൻഡേ, ഒരു ചെറിയ അബദ്ധം പറ്റിപ്പോയി. ഞാനിവിടെ എന്താ എടുത്തത്? ആക്സിലറേഷൻ -10 എന്നാണ് എടുത്തേക്കുന്നത്. കണ്ടോ മുകളിൽ? അയ്യോ, -10 അല്ലല്ലോ. നമ്മുടെ ആക്സിലറേഷൻ 8 അല്ലേ വന്നേക്കുന്നത്? ഓക്കെ, എത്രയാണ് വന്നേക്കുന്നത്? 8 ആണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെടുക്കാൻ പറ്റൂല? എടുക്കാൻ പറ്റൂല. കാൽക്കുലേഷനിൽ മിസ്റ്റേക്ക് ഉണ്ട്. സോറി. അപ്പോൾ കാൽക്കുലേഷനിൽ മിസ്റ്റേക്ക് വന്നതിൽ ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിച്ചുകൊണ്ട് ഞാൻ വീണ്ടും ഇക്വേഷൻ മാറ്റി എഴുതാൻ പോകുന്നു. V² = U² + 2as. V0 -10 തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ്റെ ആയിരുന്നു അല്ലേ? ഇതാണ് ഒരുമിച്ച് ചോദ്യം ചെയ്താലുള്ള കുഴപ്പം. ആ ഓർമ്മ കയറി വരും. അപ്പോൾ നിങ്ങൾക്ക് ഇത് തെറ്റുണ്ടാവാതിരിക്കണം. ഓക്കെ, അപ്പോൾ U എത്രയാണ്? 40ൻ്റെ സ്ക്വയർ പ്ലസ് 2 × 8 × s -8. 40ൻ്റെ എത്ര? 4ൻ്റെ 16. 0ൻ്റെ 2 പൂജ്യം. ഈ പ്ലസ്സും ഇവിടുത്തെ മൈനസും കൂടി ഞാൻ മൈനസാക്കി. -2 × 8 എത്ര? 16s. എസ് കണ്ടുപിടിക്കണം. ഇവൻ ഇപ്പുറത്ത് കൊണ്ടുപോയി എത്ര കിട്ടും? 1600 അല്ലേ? = എപ്പുറത്ത് മൈനസ് എത്ര? 16s. 16ന് ഇപ്പുറത്ത് കൊണ്ടുപോയി എത്ര കിട്ടും? -1600 ബൈ -16 ആണെന്ത്? യെസ്. ഓർ വി ക്യാൻ റൈറ്റ് S = 1600/16. ഓർ S = എത്ര? 100 മീറ്റർ. അതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാമല്ലോ. അടുത്ത ചോദ്യം 14ാമത്തെ ചോദ്യം. എന്താണ് 14ാമത്തെ ചോദ്യത്തിൽ പറയുന്നത്? An object is moving with a velocity of 20 m/s. The object is given an acceleration of 5 m/s². What is the velocity when the displacement is 120 meter? ഇപ്പോൾ തന്നെ സിമ്പിൾ ചോദ്യം അല്ലേ? ഒരു പാടൊന്നുമില്ല. അപ്പോൾ എന്താ ചോദ്യത്തിൽ പറഞ്ഞേക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ട് എഴുതുകയാണേ, എൻ്റെ താഴോട്ട്. ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഇങ്ങോട്ടും കൂടി ചേർത്ത് എഴുതാം അല്ലേ? ഓക്കെ, ശ്രദ്ധിച്ചോ. അപ്പോൾ ഒബ്ജക്റ്റ് ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി ഓഫ് U തന്നിട്ടുണ്ട്. എത്രയാണ്? 20 m/s. അതിൽ നമ്മളൊരു ആക്സിലറേഷൻ കൊടുത്തു. എത്രയാണത്? 5 m/s² ആക്സിലറേഷൻ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ വെലോസിറ്റി എത്രയെന്ന് കണ്ടുപിടിക്കണം. എപ്പോൾ? എന്താ? ഡിസ്പ്ലേസ്മെൻറ്റ് = 120. അതായത് 120 മീറ്റർ പോയപ്പോൾ, അതായത് 20 m/s വെലോസിറ്റി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന് ഒരു കാറ് പോകാമെന്ന് വിചാരിക്കുക. ഞാനപ്പോൾ ആക്സിലറേറ്റർ ഒന്ന് ചവിട്ടി പിടിച്ചു. 5 m/s² വെച്ച് അതിൻ്റെ ആക്സിലറേഷൻ ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? കൂടിയിട്ടുണ്ട്. അങ്ങനെ ആ വണ്ടി 120 മീറ്റർ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ വെലോസിറ്റി എന്തായിരുന്നു? 20 കൂടിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എത്രയാണ് കൂടിയെന്നാണ് ചോദിച്ചേക്കുന്നത്. സിമ്പിൾ ചോദ്യമാണ് അല്ലേ? കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? V ആണ്. ഇക്വേഷൻ ഏതെടുക്കാം? V² = എടുത്തൂടെ? U² + 2as കൊടുക്കാം. V² എന്ന് വെച്ചാൽ എന്തായിരിക്കും? U എത്രയാണ്? 20.
അപ്പോൾ 20ൻ്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ആക്സിലറേഷൻ എത്രയാണ് 5 ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര 120 അല്ലേ. ഞാൻ ഒന്നുകൂടി ശ്രദ്ധിക്കട്ടെ, അല്ലെങ്കിൽ തൊട്ട് മുമ്പത്തെ ചോദ്യത്തിന് ഡിസ്പ്ലേസ്മെൻ്റ് ഒക്കെ എടുത്ത് എഴുതി കളയും. സോ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 20ൻ്റെ സ്ക്വയർ എത്ര 2ൻ്റെ സ്ക്വയർ 4, 1 പൂജ്യത്തിൻ്റെ സ്ക്വയർ 2 പൂജ്യം, അപ്പോൾ 400 പ്ലസ് 2 ഇൻറ്റു 5 ഇൻറ്റു 120, 2 ഇൻറ്റു 5 10, 10 ഇൻറ്റു 120 എന്ന് പറയുമ്പോൾ 1 2 0 പിന്നെ ഒരു പൂജ്യം കൂടെ. സോ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 അല്ലേ. 1200 പ്ലസ് 400 എത്ര 1600. വെലോസിറ്റിയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1600 ആണെങ്കിൽ വെലോസിറ്റി എത്രയായിരിക്കും റൂട്ട് ഓഫ് 1600. നമുക്കറിയാം 16ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 4ആണ്, 2 പൂജ്യത്തിൻ്റെ റൂട്ട് 1 പൂജ്യം. സോ 40 മീറ്റർ പെർ സെക്കൻഡാണ് നമ്മുടെ വെലോസിറ്റി എന്ന് പറയുന്നത്. സിമ്പിൾ ചോദ്യം, നമുക്ക് ഉത്തരം കിട്ടി. അടുത്ത ചോദ്യം 15ാമത്തെ ചോദ്യം. അത് നല്ലൊരു ചോദ്യമാണ്, ശ്രദ്ധിച്ച് കേൾക്കണം. എ ബുള്ളറ്റ് ഈസ് ട്രാവലിംഗ് വിത്ത് എ വെലോസിറ്റി ഓഫ് 60 മീറ്റർ പെർ സെക്കൻഡ്. 60 മീറ്റർ പെർ സെക്കൻഡിൽ ഒരു ബുള്ളറ്റ് സഞ്ചരിക്കുകയായിരുന്നു. ആയിക്കോട്ടെ. കംസ് ടു റെസ്റ്റ്. അപ്പോൾ റെസ്റ്റിലെത്തി. അപ്പോൾ 60 മീറ്റർ ഇനീഷ്യൽ വെലോസിറ്റി, റെസ്റ്റിലായതുകൊണ്ട് ഫൈനൽ വെലോസിറ്റി 0. പെനിട്രേറ്റിംഗ് 2 സെൻറ്റിമീറ്റർ ഇൻറ്റു എ വുഡൻ ബ്ലോക്ക്. ഒരു തടി കഷ്ണത്തിൽ 2 സെൻറ്റിമീറ്റർ പെനിട്രേറ്റ് ചെയ്തിട്ടാണ് ഇത് സ്റ്റോപ്പായത്. വാട്ട് ഈസ് ദ ആക്സിലറേഷൻ ഓഫ് ദ ബുള്ളറ്റ്? ഹൗ മച്ച് ഈസ് ഡീസിലറേഷൻ? ആക്സിലറേഷൻ ഡീസിലറേഷനോടെ ഒന്ന് തന്നെയാണ്, എന്നാലും ചോദ്യത്തിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഓക്കെ, നോക്കാം. ഒരു ബുള്ളറ്റ് പോവുകയാണ്. ഓക്കെ, ഇതാണ് ബുള്ളറ്റ്. ഈ ബുള്ളറ്റ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ് 60 മീറ്റർ പെർ സെക്കൻഡാണ്. ഈ ബുള്ളറ്റ് ചെന്ന് ഒരു വുഡൻ ബ്ലോക്കിനകത്ത് ഇടിച്ച് ഈ വുഡൻ ബ്ലോക്കിനകത്തോട്ട് എത്ര ദൂരം സഞ്ചരിച്ചു 2 സെൻറ്റിമീറ്റർ ദൂരം സഞ്ചരിച്ച് ഇപ്പോൾ ബുള്ളറ്റ് ഇവിടെ നിൽക്കുകയാണ്. ഓക്കെ, തുളച്ച് കയറിയിട്ട് എന്ത് ചെയ്യാണ് ബുള്ളറ്റ് ഇവിടെ നിൽക്കുകയാണ് 2 സെൻറ്റിമീറ്റർ. ഓക്കെ, 2 സെൻറ്റിമീറ്റർ ദൂരം എത്തിയിട്ട് ഇവിടെ എത്തിയ അതെന്ത് ചെയ്തു റെസ്റ്റിലെത്തി. അപ്പോൾ ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ് 0. അപ്പോൾ നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി അറിയാം അല്ലേ. അത് വന്ന് ബ്ലോക്കിൽ ഇടിച്ചു കഴിയുമ്പോൾ വെലോസിറ്റി കുറയും. എത്ര ദൂരം അകത്ത് സഞ്ചരിച്ചു 2 സെൻറ്റിമീറ്റർ സഞ്ചരിച്ച് വെലോസിറ്റി 0 മാറിയെങ്കിൽ അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്കറിയാം. അവിടുത്തെ ആക്സിലറേഷൻ എത്രയാണെന്നാണ് ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് അല്ലേ. അവിടുത്തെ എന്താ ചോദിച്ചിട്ടുള്ളത്? വാട്ട് ഈസ് ദ ആക്സിലറേഷൻ? അപ്പോൾ എന്താ നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. തന്നിട്ടുള്ള ഡേറ്റ് എടുത്ത് എഴുതുക. യു ഇസ് ഈക്വൽ ടു 60 മീറ്റർ പെർ സെക്കൻഡ്. വി ഇസ് ഈക്വൽ ടു 0 മീറ്റർ പെർ സെക്കൻഡ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ. അത് നമുക്ക് അത്ര വശമുള്ള ഒരു പരിപാടിയല്ല അല്ലേ. നമ്മളെപ്പോഴും പറയുന്ന മീറ്ററിലാണ്. അപ്പോൾ സെൻറ്റിമീറ്ററിന് എന്ത് ചെയ്യണം മീറ്ററിലോട്ട് മാറ്റണം. 100 സെൻറ്റിമീറ്ററാണ് ഒരു മീറ്റർ. അപ്പോൾ സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റാൻ എന്ത് ചെയ്താൽ മതി 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയെന്ന് കിട്ടും 0.02 മീറ്റർ ആണല്ലേ. എന്ന് വെച്ചാൽ 100 സെൻറ്റിമീറ്ററാണ് ഒരു മീറ്റർ. അപ്പോൾ സെൻറ്റിമീറ്റർ മീറ്ററിലോട്ട് മാറ്റാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. നമുക്ക് എത്ര കിട്ടും ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും 0.02. ഇവിടുന്ന് എന്ത് കണ്ടുപിടിക്കണം ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? വി ഇസ് ഈക്വൽ ടു u പ്ലസ് എ ടി ഉപയോഗിക്കാൻ പറ്റുമോ? ടൈമില്ല. എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി ടൈമില്ല. അപ്പോൾ എന്ത് ഉപയോഗിക്കാം? വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as ഉപയോഗിക്കാം. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as നമുക്കിവിടെ എന്ത് ചെയ്യാം ഉപയോഗിക്കാം. അപ്പോൾ നോക്കിക്കും യു സ്ക്വയർ നമുക്ക് എത്ര അറിയാം 0ൻ്റെ സ്ക്വയർ ആണ്. ഓക്കെ, ഇസ് ഈക്വൽ ടു യു സ്ക്വയർ എന്ന് വെച്ചാൽ എത്രയാണ് 60ൻ്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ആക്സിലറേഷൻ നമുക്ക് അറിഞ്ഞൂടാ ഇൻറ്റു 0.02. വേണമെങ്കിൽ നമുക്കേ ഈ 0.2 ഇങ്ങനെ ഡെസിമൽ ആക്കാതെ 2/100 എന്ന് തന്നെ ഇട്ടാലോ ചിലപ്പോൾ വെട്ടിപ്പോകുമെങ്കിൽ. അപ്പോൾ നമുക്ക് എന്ത് എടുക്കാം 2/100 എന്ന് എഴുതാം. അപ്പോൾ വെട്ടിപ്പോകും ചിലപ്പോൾ. ഓക്കെ, അപ്പം 0 ഇസ് ഈക്വൽ ടു 60ൻ്റെ സ്ക്വയർ 6ൻ്റെ സ്ക്വയർ എത്ര 36. 1 പൂജ്യത്തിൻ്റെ സ്ക്വയർ എത്ര 2 പൂജ്യം പ്ലസ് 2 ഇൻറ്റു 2 എത്രയാണ് 4a/100 എന്ന് കിട്ടും അല്ലേ. എത്ര കിട്ടും 4a/100. അപ്പോൾ 4/100 ഇൻറ്റു എ ഇസ് ഈക്വൽ ടു 3 ഇല്ല. അപ്പോൾ 0 ഇസ് ഈക്വൽ ടു ഇതാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം ഓരോരുത്തരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റണം. ഓക്കെ, അപ്പോൾ ഇവനെ നമുക്ക് ഇപ്പുറത്തോട്ട് കൊണ്ടുപോകാം. ഈക്വൽ ടു ഇപ്പുറത്ത് കൊണ്ടുപോകാം. അപ്പോൾ എന്താവും -3600 ഇസ് ഈക്വൽ ടു 4a/100. ഈ 100നെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും -3600 ഇൻറ്റു 100
അടുത്ത് ഈ 4 ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുന്ന ഡിവിഷൻ ആവും ബൈ 4. ഇതാണ് എന്തെന്ന് പറയുന്നത് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഓർ വി ക്യാൻ റൈറ്റ് എ ഈസ് ഈക്വൽ ടു -3600 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ എന്തെന്ന് എടുക്കാം, ഡിവൈഡഡ് ബൈ 4 എന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ചെയ്യാനുള്ളത്, മൈനസ് ഉണ്ട്. അപ്പോൾ ആക്സിലറേഷൻ കണ്ടുപിടിക്കാനായിട്ട് എന്തുണ്ട്, മൈനസ് ഉണ്ട്. സംഖ്യ എത്രയാണ്, 3600 ഇൻറ്റു 100. ഓക്കെ, നമ്മൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ചെയ്ത് നോക്കും, നമുക്ക് ഉത്തരം എത്ര കിട്ടും, 9,000 എന്തെന്ന് കിട്ടും, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ മൈനസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ഉത്തരം എന്ന് പറയും. ഓക്കെ, അപ്പോൾ എത്രയാണ്, 3600 ഇൻറ്റു എത്രയാണ് 100 ഡിവൈഡ് ബൈ നമുക്ക് എത്ര എടുക്കാം, 4 എടുക്കാം അല്ലേ, 4. അപ്പോൾ എത്ര കിട്ടും, ഇത്രയാണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. നെഗറ്റീവ് ആക്സിലറേഷൻ അല്ലെങ്കിൽ ഡീസിലറേഷൻ എന്ന് പറയും. ഓക്കെ, കാരണം പെട്ടെന്ന് ആലോചിക്കുക, 60 മീറ്റർ പെർ സെക്കൻഡ് ആലോചിക്കുക, 60 മീറ്റർ ഒരു സെക്കൻഡിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ബുള്ളറ്റിന് ഒറ്റയടിക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, റിട്ടാർഡേഷൻ കൊടുത്ത് വെറും 0.2 മീറ്റർ സഞ്ചരിച്ച് അതിന് എന്ത് ചെയ്തു, നമ്മൾ 0-ൽ എത്തിച്ചെങ്കിൽ അവിടെ നല്ല രീതിയിലുള്ള എന്തുണ്ടാവണം, നെഗറ്റീവ് ആക്സിലറേഷൻ ഉണ്ടാവണം. സോ ഇതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. നിങ്ങളിവിടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി നോക്കുക കേട്ടോ, വല്ല മിസ്റ്റേക്ക് ഉണ്ടോ എന്ന്. വലിയ സംഖ്യയായിട്ടാണ് എനിക്കും തോന്നുന്നത്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, കറക്റ്റ് ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് പറ. ഇല്ല ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെ ശരിയാവും അല്ലേ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്, എൻ്റെ ക്വസ്റ്റ്യൻ തീർന്നായിരുന്നു, വേറെല്ലാം ചോദിക്കുന്നുണ്ടോ, ഇല്ല. ഓക്കെ, ഹൗ മച്ച് ഈസ് ഡീസിലറേഷൻ, അത് എത്ര തന്നെയാണ്, സെയിം ആക്സിലറേഷൻ നെഗറ്റീവ് പറയുമ്പോൾ അത് ഡീസിലറേഷൻ തന്നെയാണ്. 16ാമത്തെ ചോദ്യം, ഒബ്സർവ് ദ ടേബിൾ ഇല്ലസ്ട്രേറ്റിംഗ് ദ മോഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ്, സെലക്ട് എൻ അപ്രോപ്രിയേറ്റ് സ്കെയിൽ ആൻഡ് ഡ്രോ ദ ഗ്രാഫ്, ഇൻ്റർപ്രറ്റ് ദ ഗ്രാഫ് ആൻഡ് റൈറ്റ് ഡൗൺ ദ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ. ഇത് വെച്ചൊരു ഗ്രാഫ് വരച്ചിട്ട് എവിടെയാണ് നോ ആക്സിലറേഷൻ, എവിടെയാണ് ഡീസിലറേഷൻ, അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് കൂടെ എന്ത് ചെയ്യാനാണ് ചോദിച്ചേക്കുന്നത്, കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഡേറ്റ ഉപയോഗിച്ച് എന്ത് ചെയ്യാം, ഒരു ഗ്രാഫ് അങ്ങോട്ട് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഒരു ഗ്രാഫ് വരയ്ക്കാനായിട്ട് നമ്മൾ ആദ്യം, ഇവിടെ എല്ലാം കൊണ്ട് നിറഞ്ഞല്ലേ, ഒരു സെക്കൻഡ്, ഇതിനൊക്കെ ഒന്ന് മാറ്റാൻ പറ്റുമോ നോക്കട്ടെ. ഞാൻ ഈ ആൻസറിനെയൊക്കെ ഒരു സൈഡിലോട്ട് ഒതുക്കാം. ഓക്കെ, സ്പേസ് കിട്ടിയല്ലോ, ശരി. അപ്പോൾ നമുക്കിവിടെ എന്ത് വരയ്ക്കണം, നമുക്കിവിടെ ഗ്രാഫ് വരയ്ക്കണം. അപ്പോൾ ഗ്രാഫ് വരയ്ക്കാനായിട്ട് നമുക്ക് എന്ത് വേണം, നമുക്ക് ഒരു XY ആക്സിസ് വേണം. ഇതാണ് നമ്മുടെ XY ആക്സിസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ XY ആക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ വരച്ചതിന് ശേഷം നമ്മൾ സ്കെയിൽ മാർക്ക് ചെയ്യണം. ഓക്കെ, എന്ത് ഗ്രാഫ് വരയ്ക്കാനാണ് ചോദിച്ചേക്കുന്നത്, വെലോസിറ്റി ടൈം ഗ്രാഫാണ്. അപ്പോൾ ഇവിടെ എന്താ വരുന്നത്, ടൈം ഇൻ സെക്കൻഡ്. Y ആക്സിസിനകത്താണെങ്കിലോ വെലോസിറ്റി ഇൻ മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, സമയം എങ്ങനെയാണ് മാറുന്നത്, 0, 5, 10, 15, 20, 25, 30. നിങ്ങളപ്പം കറക്റ്റായിട്ട് വരയ്ക്കണേ. ഞാനിവിടെ ഒരു ഊഹത്തിലൊക്കെ മാർക്ക് ചെയ്ത് പോവുകയാണ്. ഓക്കെ, ഇത് ശരിയാവണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഗ്രാഫ് വരയ്ക്കാറില്ല, അത് വെച്ച് കണ്ടുപിടിക്കാൻ സിമ്പിളാണ്. അപ്പോൾ ആദ്യം 0 എത്രയാണ്, 5, 10, 15, 20, 25, 30, 35 എന്നാണ് സമയം പോകുന്നത്. വെലോസിറ്റിയും 20, 25, 30, 30, 30, 25, 25ഒക്കെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വെലോസിറ്റി നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. 5 വെച്ച് തന്നെ പോവാം. 5, 10, 15, 20, 25, 30 പ്ലോട്ട് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് പ്ലോട്ട് ചെയ്യാം, നീല കളറിട്ട് പ്ലോട്ട് ചെയ്യാം അല്ലേ, നീല കളറിട്ട് പ്ലോട്ട് ചെയ്യാം. 0 സെക്കൻഡിൽ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ 0 സെക്കൻഡിൽ ഒബ്ജക്റ്റ് എവിടെയാണ്, 20 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്താ, 5 സെക്കൻഡ് ആയപ്പോൾ 25 സെക്കൻഡ്. അപ്പോൾ 5 സെക്കൻഡ് ഇതല്ലേ, അപ്പോൾ അതിന് നേരെ എത്രയാണ്, 25. എത്രയാണ്, 25. അപ്പോൾ ഈ പോയിന്റ്, സോറി, ഇതൊന്ന് മാറ്റോട്ടെ. അടുത്തെന്താ ചോദിച്ചേക്കുന്നത്, ഞാനിപ്പോൾ റഫായിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇതിനൊന്നും സ്കെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് മാർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, 5 എന്ന് പറയുമ്പോൾ എത്രയാണ്, അത് 25ആണ്. അപ്പോൾ ഏതാണ്ട് ഈ ഒരു പോയിന്റ് വരും. ഓക്കെ, അടുത്ത് 10 സെക്കൻഡ് ആയപ്പോൾ അത് 30ആയി. അപ്പോൾ 10 പറയുമ്പോൾ തൊട്ട് മുകളിലത്തെ പോയിന്റ് അല്ലേ, ഏതാണ്ട് ഈ ഒരു പോയിന്റ് വരും. ശരി, 15-നും 30 തന്നെ. അപ്പോൾ തൊട്ട് അടുത്ത സമയത്തിനും മാറ്റമൊന്നുമില്ല, പോയിന്റ് അത് തന്നെ.
20-നും എത്ര തന്നെയാണ്? 30 തന്നെയാണ്. അപ്പോൾ അവിടെയും വലിയ മാറ്റമൊന്നുമില്ല. 20-ന് നേരെ എത്രയാണ്? 30ആണ്. 25 സെക്കൻഡ് ആയപ്പോൾ അത് കുറഞ്ഞു. എത്രയായിട്ട് മാറി? 25ആയിട്ട് മാറി. അപ്പോൾ ഏതാണ്ട് ഈ ഒരു പോയിന്റ് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 30 ആയപ്പോഴത്തേക്ക് 20ആയിട്ട് കുറഞ്ഞു. അപ്പോൾ അത് ഏത് പോയിന്റ് വരും? ഏതാണ്ട് ഈ ഒരു പോയിൻ്റായിട്ട് വരും. അപ്പോൾ ഇതൊക്കെ കൂടി ചേർത്ത് നമ്മൾ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ആ ഗ്രാഫിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്, ഞാൻ വരയ്ക്കുന്ന ഗ്രാഫ് നിങ്ങൾക്ക് അറിയാമല്ലോ, കൈവച്ച് വരച്ചതാണ്. അതുകൊണ്ടാണ് ഒരു കറക്റ്റ് ഷേപ്പ് വരാത്തത്. നിങ്ങൾ വരയ്ക്കുമ്പോൾ ഷേപ്പിൽ തന്നെ കിട്ടുവിടെ. ഇതാണ് നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഷേപ്പിലാണ് നമ്മുടെ ഗ്രാഫ് ഇരിക്കുന്നത്. ചോദ്യം: വാട്ട് ഈസ് ദ ടൈം ഇൻ്റർവൽ വിത്ത് നോ ആക്സിലറേഷൻ? ആക്സിലറേഷനിലെന്ന് വെച്ചാൽ വെലോസിറ്റി എന്താണ്? മാറ്റില്ല. അപ്പോൾ 30 മീറ്റർ/സെക്കൻഡ് തന്നെ വെലോസിറ്റി പോയ ടൈം ഇൻ്റർവൽ ഏതാണ്? 10 സെക്കൻഡിനും 25-നും ഇടയ്ക്കാണ് അല്ലേ? അല്ല, 10-ന് 25-നും അല്ല, 10-ന് 20-നും ഇടയ്ക്കാണ്. ഓക്കെ, അപ്പോൾ 10 സെക്കൻഡിനും 20 സെക്കൻഡിനും ഇടയ്ക്കാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? 25 അല്ല, 10-നും 20-നും ഇടയ്ക്കാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം എത്രയാണ്? 10 to 20 സെക്കൻഡ് ടൈം ഇൻ്റർവെല്ലിൽ ആക്സിലറേഷൻ ഒന്നും ഇല്ല. വിച്ച് ഈസ് ദ ടൈം ഇൻ്റർവെൽ വിത്ത് ഡീസലറേഷൻ? എപ്പോഴാണ് ഡീസലറേഷൻ എന്ന് വെച്ചാൽ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള സമയമാണ് അല്ലേ? അപ്പോൾ എത്രയാണത്? അത് നമ്മുടെ 25 തൊട്ട് 35 വരെ. ഓക്കെ, അപ്പോൾ എത്രയാണ്? 20 തൊട്ട് 30 25 20 തൊട്ട് 30 വരെയുള്ള സമയമാണ്. ഓക്കെ, ഇവിടെ 20, ഓക്കെ, ഇവിടെ 30 ഇതിനുള്ള സമയമാണ് എന്തുള്ളത്? ഡീസലറേഷൻ. കാൽക്കുലേറ്റ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്കിവിടെ ഗ്രാഫ് അല്ലേ? അപ്പോൾ ഗ്രാഫിൽ നിന്ന് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാനായിരിക്കും. അപ്പോൾ ഒരു ഗ്രാഫിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഏരിയ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഏരിയ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് അവിടുത്തെ എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടൂലേ? അപ്പോൾ ഈ ഒരു ഏരിയ നിങ്ങളൊരു ഗ്രാഫ് പേപ്പറിൽ വരച്ചിട്ട് ഒന്ന് കണ്ടുപിടിച്ച് എത്ര കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ വേറൊരു വഴിയുണ്ട്. എന്താണ്? നമുക്ക് ഈ ഗ്രാഫിനെ ഒന്ന് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യാം? ഗ്രാഫിനെ നമുക്കത് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അതാ ഇങ്ങനെ ഡിവൈഡ് ചെയ്തു ഞാൻ. അപ്പോൾ ഇവിടെ താഴെ എനിക്ക് എന്ത് കിട്ടി? ഒരു റെക്റ്റാങ്കിൾ കിട്ടി. ഓക്കെ, അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും എനിക്ക്. എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ ഇവിടെ ലെങ്ത് എത്രയാണ്? ലെങ്ത് ഞാനൊരു താഴത്തെ ബേസ് അല്ലേ, ഇവിടെ മുതൽ ഇവിടം വരെയല്ലേ ലെങ്ത് വരുന്നത്? എത്രയാണ്? 30 ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് വെച്ചാൽ എവിടെയാണ്? ഇത്രയും ദൂരം 20. അപ്പോൾ അതാണ് എന്ത്? ഇവിടെ ഈ ഭാഗത്തിൻ്റെ ഏരിയ. ഓക്കെ, എത്രയായിട്ട് വരും? അത് 600 വരും. അടുത്ത് ഞാൻ ഇവിടെ ഒരു ലൈൻ വരച്ചു, ഇവിടെ ഒരു ലൈൻ വരച്ചു. എനിക്ക് 2 ട്രയാങ്കിൾ കിട്ടി അല്ലേ? ഇത് ഒന്നാമത്തെ ട്രയാങ്കിൾ, ഇത് രണ്ടാമത്തെ ട്രയാങ്കിൾ, നടുക്ക് വീണ്ടും എന്ത് കിട്ടി? ഒരു റെക്റ്റാങ്കിൾ കിട്ടി. ഇതിൻ്റെ ഏരിയ നമുക്ക് നോക്കാം. ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഏരിയ നോക്കി നോക്കടാ. ഇതാ ഇങ്ങനെയല്ലേ ട്രയാങ്കിൾ ഇരിക്കുന്നത്? ഓക്കെ, അതിന് ബേസ് എന്ന് വെച്ചാൽ എത്രയായിരിക്കും? 10 ആണല്ലേ? കാരണം എന്താ? ഇത്രയും ദൂരമാണ് 10 ആണത്, 10. ഇനി മുകളിലോട്ടുള്ള ദൂരം എന്ന് വെച്ചാൽ 30-നും 20-നും ഇടയ്ക്കാണല്ലേ? 30-നും 20-നും ഇടയ്ക്കെന്ന് പറയുമ്പോൾ എത്രയായിരിക്കും അത്? 30-നും 20-നും ഇടയ്ക്ക് ഈ ദൂരം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 30-നും 20, 30 - 20 10. അപ്പോൾ ഇവിടം 10, ഇവിടം 10, അങ്ങനെയാണെങ്കിൽ ഇതും 10, ഇതെത്രയാണ്? 20. അപ്പോൾ ഒന്നാമത്തെ ട്രയാങ്കിൾ ഏരിയ എന്തായിരിക്കും? 1/2 ഇൻറ്റു 10 ഇൻറ്റു 10. രണ്ടാമത്തെ സ്ക്വയറിൻ്റെ ഏരിയ എത്രയായിരിക്കും? അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഏരിയ എത്രയായിരിക്കും? 10 ഇൻറ്റു 10. മൂന്നാമത്തെ ട്രയാങ്കിൾ ഏരിയ എത്രയായിരിക്കും? 1/2 ഇൻറ്റു 10 ഇൻറ്റു 10. മൾട്ടിപ്ലൈ നോക്കുമ്പോൾ എത്ര കിട്ടും? ആദ്യത്തിൻ്റെ ഉത്തരം 50 കിട്ടും, രണ്ടാമത്തേൻ്റെ 100 കിട്ടും, മൂന്നാമത്തേൻ്റെ 50 കിട്ടും. അപ്പോൾ മൊത്തം ഏരിയ അല്ലെങ്കിൽ മൊത്തം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? താഴത്തെ വലിയ ട്രയാങ്കിളിൻ്റെ ഏരിയ എത്രയാണ്? 600 പ്ലസ് മുകളത്തെ ഒരു കുട്ടി ട്രയാങ്കിളിൻ്റെ ഏരിയ 50 പ്ലസ് ആ സ്ക്വയറിൻ്റെ ഏരിയ 100 പ്ലസ് മറ്റേ രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ ഏരിയ 50. മൊത്തം കൂട്ടുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര കിട്ടും? 800 മീറ്റർ കിട്ടും എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ റഫായിട്ട് കൂട്ടി നോക്കിയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ടൊന്ന് കൂട്ടി നോക്കിയിട്ട് അതിൻ്റെ ഉത്തരം ഒന്ന് പറയുക. ഓക്കെ, കമൻറ്റ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഉത്തരം കിട്ടുന്നുണ്ടോ അതോ മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നോക്കിയിട്ട് പറ. ഞാൻ ജസ്റ്റ് റഫായിട്ടൊന്ന് കൂട്ടിയെന്നേ ഉള്ളൂ, എൻ്റെ ഗ്രാഫ് പേപ്പറൊന്നും ഇല്ല. 17ാമത്തെ ചോദ്യത്തിലോട്ട് പോവുകയാണ്. ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ കാർ എ ആൻഡ് കാർ ബി. അപ്പോൾ കാർ എയും കാർ ബിയും ഉണ്ട്. ഓക്കെ, ഇത് കാർ എ, ഇത് കാർ ബി. അവൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നേക്കുകയാണ്. ഇത് വെച്ചിട്ട് ചോദിച്ചേക്കുകയാണ് വിച്ച് കാർ സ്റ്റാർട്ടഡ് ഫസ്റ്റ്? ആദ്യം സ്റ്റാർട്ട് ചെയ്ത കാർ ഏതാണ്? നമുക്കറിയാം ടൈം എന്ന് പറയുന്നത് 0-ൽ നിന്ന് തുടങ്ങുന്ന കാർ ഏതാണ്? അത് എ ആണല്ലേ? എ എന്ന കാറാണ്. അപ്പോൾ എ എന്ന കാറാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ഹൗ മച്ച് ടൈം ഡിഡ് ഈച്ച് കാർ ടേക്കൺ ടു അറ്റൈൻ ദ സെയിം സ്പീഡ്? എപ്പോഴാണ് രണ്ട് കാറിൻ്റെ സ്പീഡ് സെയിം ആകുന്നത്? ഈ രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന ഈ പോയിന്റിലാണ് എന്ത്? സ്പീഡ് സെയിം ആകുന്നത് അല്ലേ? അപ്പോൾ ഇത്രയും ദൂരം സഞ്ചരിക്കേണ്ടത് സമയം എത്രയാണ്? ഗ്രാഫിന് താഴോട്ട് പ്ലോട്ട് ചെയ്യുമ്പോൾ ഏതാണ്ട് 14 തോന്നുന്നു. അപ്പോൾ നമുക്ക് എത്രയാണ്? 14 സെക്കൻഡാണ് ഉത്തരം. 14 സെക്കൻഡ് സമയം കൊണ്ട് കാർ എ കാർ ബി എന്ത് ചെയ്തു? ഒരേ വെലോസിറ്റിയിലെത്തി. വിച്ച് കാർ പോസസ് മോർ ആക്സിലറേഷൻ? ആർക്കാണ് കൂടുതൽ ആക്സിലറേഷൻ ഉള്ളത്? കണ്ടാൽ തന്നെ അറിയാം അല്ലേ? രണ്ട് രീതിയിൽ എൻ്റെ ഉത്തരം പറയാം. ഒന്ന്, ആർക്കാണോ സ്ലോപ്പ് കൂടുതൽ
അവന് ആക്സിലറേഷൻ കൂടുതൽ. അപ്പോൾ സ്റ്റോപ്പ് കൂടുതൽ ആർക്കാണ്? അത് ബി കാറിനാണ്. അല്ലെ നമുക്ക് തന്നെ കണ്ടാൽ അറിയാം അല്ലേ, 0 സെക്കൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 14 സെക്കൻഡ് ആയപ്പോൾ 40 മീറ്റർ/സെക്കൻഡ് വെലോസിറ്റിയിലെത്തി എ എന്ന കാറ്. എന്നാൽ അത് കഴിഞ്ഞ് 8 സെക്കൻഡ് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്ത ബി എന്ന കാറ് വളരെ കുറച്ച് സമയം കൊണ്ടല്ലേ എന്ത് ചെയ്തു? ഈ പറയുന്ന സെയിം സ്പീഡ് അറ്റൈൻ ചെയ്തു. അപ്പോൾ ആർക്കാണ് ആക്സിലറേഷൻ കൂടുതൽ? ഏറ്റവും കുറഞ്ഞ സമയത്ത് കൂടുതൽ സ്പീഡ് എത്തിയവനാര്? ബി. അപ്പോൾ ബിക്ക് തന്നെയാണ് ആക്സിലറേഷൻ കൂടുതൽ. വിച്ച് കാർ ഹാസ് മോർ ഡിസ്പ്ലേസ്മെൻറ്റ് കൂടുതൽ ആർക്കാണ്? ഡിസ്പ്ലേസ്മെൻറ്റ് കൂടുതൽ എക്ക് ആയിരിക്കും അല്ലേ, കാരണം എന്ത് ചെയ്തു? 0ത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ എന്താണ്? എക്കാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കൂടുതൽ. ഇത് നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നിങ്ങൾ ഈ ഗ്രാഫിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. ഓക്കെ, ഇതൊരു ഗ്രാഫ് ആയതുകൊണ്ട് ഇതിനെ വരച്ചിട്ട് ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. എത്രയാണത്? ½ BH. അടുത്ത് ഈ ഇവിടുന്ന് താഴോട്ട് വരച്ചിട്ട് എന്ത് ചെയ്യുക? ഇവൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. ഓക്കെ, ആദ്യം ഈ ഏരിയ കണ്ടുപിടിക്കുക. ഓക്കെ, നിങ്ങൾ ഇതുപോലത്തെ ഒരു ഗ്രാഫ് നിങ്ങൾ ഗ്രാഫ് പേപ്പറിൽ വരച്ചിട്ട് ഈ ഏരിയ കണ്ടുപിടിക്കണം ½ BH വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് ബി എന്ന കാറിൻ്റെ ഏരിയ ഇത്ര ഏരിയ ഇതും എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. എന്നിട്ട് 2 ലെയർക്കാണ് ഏരിയ കൂടുതലെന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് നോക്കി ചെയ്തിട്ട് എനിക്കൊന്ന് കമൻ്റായിട്ട് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡിയുടെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. ഓക്കെ, അത് എന്നിട്ട് നമുക്ക് നോക്കാം ആർക്കാണ് കറക്റ്റ് ഉത്തരം കിട്ടുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തില്ല, അപ്പോൾ ഒരു ദിവസം നിങ്ങളും ചെയ്യും. അപ്പോൾ ഇതാണ് എന്ത് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ ചാപ്റ്ററായിട്ട് കാണാം. അപ്പോൾ അതുവരെ ബൈ ബൈ.